ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 हरे हरे कृष्णा माता जी। 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 प्रणाम माता जी। प्रणाम। और तो सुगन है। शुभम माता जी। हरे कृष्णा। ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताका स्वामिनिति नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण മാംഗ്ലൂരിന്റെ ലെവൽ 3 ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇന്നലെ മാതാജി ഫ്രീ ആയതുകൊണ്ട് മാതാജി 7ാമത്തെ ശ്ലോകം എടുത്തില്ലേ? എടുത്തു മാതാജി. ഹരേ കൃഷ്ണ. എന്തായിരുന്നു 7ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്? ഭഗവാന്റെ നാമം ഏതുപോലെയാണെന്ന് പഠിച്ചു? കൽക്കണ്ടം പോലെയാണ് എന്ന് പഠിച്ചു അല്ലേ? കൽക്കണ്ടം പോലെ. അപ്പൊ ആർക്കാണ് അത് കൽക്കണ്ടം മധുരിക്കാത്തതെന്ന് പഠിച്ചില്ലേ? കാമില രോഗം ബാധിച്ച അല്ലെ, മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്ക് കൽക്കണ്ടം മധുര അനുഭവപ്പെടില്ല അല്ലെ, രുചി അനുഭവപ്പെടുന്നില്ല. അപ്പൊ അതിനെന്താ മെഡിസിൻ? എന്താണ് മഞ്ഞപ്പിത്തത്തിന്? ഈ കൽക്കണ്ടമാണ് മെഡിസിൻ എന്നതുപോലെ തന്നെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് മെഡിസിൻ അല്ലെ. ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? അതിനോട് രുചി വരും അല്ലെ. അതിന്റെ രുചി നമുക്ക് അറിയാൻ പറ്റും, ഭഗവാനോട് ഇഷ്ടം കൂടി തുടങ്ങും. അപ്പോ അതാണ് കഴിഞ്ഞ 7ാമത്തെ ശ്ലോകത്തില് നമ്മൾ പഠിച്ചത്. 8ഉം 9ഉം ശ്ലോകം ഇന്ന് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ചെറിയ ചെറിയ ശ്ലോകാസാണ് 8, 9 ഒക്കെ. 8, 9, 10, 11 ഒക്കെ നമുക്ക് ഒന്നിച്ച് 2 വെച്ച് എടുക്കാൻ പറ്റുന്ന ശ്ലോകങ്ങളാണ്. തന്നാമരൂപചരിതാദി സുകീർത്തനാനോ തസ്യോ ക്രമേണ രസനാ മനസി നിയോജ്യ തിഷ്ഠൻ വ്രജേത തനുരാഗി ജനാനുഗാമി കാലം നേയതഖിലമിത്യുപദേശസാരം.
തന്നാമരൂപചരിതാദിസു കീർത്തനാനു മനസ്സിലെയോ രസനാ മനസി നിയോജ്യ അനുഗാമി കാലം നേയതഖിലമിത്യുപദേശസാരം തദനുരാഗീജനാനുഗാമി കാലം നേയതഖിലമിത്യുപദേശസാരം. എല്ലാവരും ഒരുപോലെ ചൊല്ലിയിരുന്നെങ്കിൽ നന്നായി ചൊല്ലാൻ പറ്റിയണേ. സാരമില്ല. പരിഭാഷ: ഒരാൾ തന്റെ എല്ലാ സമയവും ദിവസത്തിൽ 24 മണിക്കൂറും ഭഗവാന്റെ പുണ്യനാമങ്ങൾ ജപിച്ചും സ്മരിച്ചും മംഗളരൂപം, കല്യാണ ഗുണങ്ങൾ, ശാശ്വത ലീലകൾ എന്നിവ കീർത്തനം ചെയ്തും സ്മരിച്ചും കഴിച്ചു കൂട്ടണം. അപ്പോ നമ്മൾ ഈ 8ാമത്തെ ശ്ലോകത്തിൽ ഏത് ഭാവത്തിൽ ഏതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഭാവ സ്റ്റേജിലേക്ക് പോവാണ് അല്ലെ? ഭക്തിയുടെ ഭാവ സ്റ്റേജിലേക്ക് കടക്കുന്ന ശ്ലോകാണ് 8ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരാൾ തന്റെ എല്ലാ സമയവും, അതായത് 24 hours അല്ലെ, 24 മണിക്കൂറും ഭഗവാന്റെ പുണ്യനാമങ്ങൾ ജപിച്ചും സ്മരിച്ചും മംഗളരൂപം, കല്യാണ ഗുണങ്ങൾ, ശാശ്വത ലീലകൾ എന്നിവ കീർത്തനം ചെയ്തും സ്മരിച്ചും കഴിച്ചു കൂട്ടണം. നമുക്ക് ഇത് പറയുമ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത്, യശോദാമേനെ എന്താ ചെയ്യുക? ഇപ്പോൾ ഭഗവാനെ കുറിച്ച് പറയല്ലേ, ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഓരോ ജോലികളിലും ഏർപ്പെടുക. അതുപോലെ നമ്മൾ സദാ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ കുറെ ലീലകളുണ്ടല്ലേ, വൃന്ദാവന ലീലകള്, അതൊക്കെ ഓർത്തുകൊണ്ടും കീർത്തനം ചെയ്തുകൊണ്ടും ഭഗവാനെ കുറിച്ച് കുറെ കീർത്തനങ്ങളുണ്ട് അല്ലെ, ഇഷ്ടംപോലെ വൈഷ്ണവ ഗീതങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കീർത്തനങ്ങളുണ്ട്. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഇഷ്ടംപോലെ സ്തുതികളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് കേട്ടുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും സ്മരിച്ചും ഭഗവാനെ സ്മരിച്ചും കഴിച്ചു കൂട്ടണം നമ്മൾ എന്നാണ് പറയുന്നത്. ഏത് സ്റ്റേജിലാണ് ഇത് പറയുന്നത്? ഭാവ സ്റ്റേജിലാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നാവിനെയും മനസ്സിനെയും കൃഷ്ണബോധത്തിൽ വ്യാപരിപ്പിക്കണം. അപ്പൊ എപ്പോ നമ്മുടെ നാക്ക് അനങ്ങുമ്പോഴും അത് ഭഗവാനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ നാക്കിന് കൊടുക്കുന്നത്. മനസ്സിനെയും കൃഷ്ണബോധത്തിൽ കേൾക്കണില്ല മാതാജി. കേൾക്കാമല്ല മാതാജി, എല്ലാരും മ്യൂട്ട് ചെയ്തിടേ. മാതാജി കേൾക്കാൻ മേല. തന്നാമരൂപചരിതാദിസു കീർത്തനാനോ ദിഷ്ടൻ വ്രജേതുനരുധാമി അപ്പൊ കേൾക്കും. ഒന്നും കേൾക്കുന്നില്ല. യദഖിലം മൃത്യുപദേശസാരം. കേൾക്കുന്നില്ല. മാതാജി ലെഫ്റ്റ് ആയി അല്ല പോയിരിക്കണോ മാതാജി? മാതാജി നെറ്റ് പോയതായിരിക്കും. പോയതായിരിക്കും. ആർക്കും കിട്ടണില്ല, നെറ്റ് പോയിട്ടുണ്ട്. നെറ്റ് പോയതായിരിക്കും. എല്ലാരും മ്യൂട്ടിൽ ഇടുവാണെങ്കിൽ മ്യൂട്ട് ചെയ്തിട, എല്ലാരും മ്യൂട്ട് ചെയ്തിട. അപ്പൊ
വീഡിയോ ഓണാക്കണം. അമ്മയുടെ വീഡിയോ ഓണാക്കണം. ഹരേ കൃഷ്ണ. മാതാജി ഒന്നും കേൾക്കൂല. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ. സ്മിത മാതാജി എന്നെ ഹോസ്റ്റ് ആക്കോ? ഹരേ കൃഷ്ണ. സ്മിത മാതാജി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കോ? ഒന്നും കേട്ടില്ല. സ്മിത മാതാജി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കുവോ? സ്മിത പ്രകാശ് മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഹോസ്റ്റ് ആക്കാം മാതാജി. ഇപ്പൊ ഒരേ ഒരു മിനിറ്റ് മാതാജി. തിങ്കളാഴ്ച അല്ലേ ഇരുപത് പറയും. മാതാജി പ്രണാം മാതാജി. അപ്പഴല്ലേ ചെല്ലും പറയും. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. എന്റെ വൈഫൈ കട്ടായി പോയി, വൈഫൈ ഓഫ് ആയി പോയി, അതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സാരമില്ല. മാതാജി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കിയാലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എന്റെ വൈഫൈ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി, ഡിസ്കണക്ട് ആയിപ്പോയി, അതുകൊണ്ടാണ്. സോറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആണല്ലേ? സ്റ്റാർട്ട് ദ സ്ക്രീൻ. ഹരേ കൃഷ്ണ. കാണാൻ പറ്റുന്നില്ല? കാണുന്നില്ലേ? പറ്റുന്നുണ്ട് മാതാജി. കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട് മാതാജി. കാണുന്നുണ്ട് മാതാജി. കാണുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നേ? അങ്ങനെ കൃഷ്ണനെ ഗോലോക വൃന്ദാവനം എന്ന ധാമം എന്നറിയപ്പെടുന്ന വ്രജത്തിൽ താമസിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ, അതായത് ശുദ്ധ ഭക്തന്മാരുടെ, എല്ലാവരും മ്യൂട്ടാക്കട്ടെ. ഭക്തന്മാരുടെ ഉപദേശാനുസരണം കൃഷ്ണനെ ഭജിക്കണം. അതായത് നമ്മൾ ശുദ്ധഭക്തന്മാരുടെ വൃന്ദാവന വ്രജത്തിൽ താമസിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുദ്ധ ഭക്തന്മാരുടെ ഉപദേശാനുസരണം നമ്മൾ കൃഷ്ണനെ ഭജിക്കണം. കൃഷ്ണനെ പ്രേമഭക്തിയോടെ സേവിക്കുന്നതിൽ നിരന്തരന്മാരായ ഭഗവത് ഭക്തന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടരേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ശുദ്ധഭക്തന്മാരൊക്കെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിരതരായിരിക്കുന്നതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന ഉപദേശങ്ങളിലൂടെ നമ്മൾ അതുപോലെ അവരുടെ കാലടിപ്പാടുകൾ പിന്തുടരേണ്ടതാണ് ഇവിടെ പറഞ്ഞു തരുന്നു. ഇതാണ് എല്ലാ ഉപദേശങ്ങളുടെയും സാരഭൂതമായ വസ്തുത. അപ്പോ എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ തന്നിഷ്ടപ്രകാരമല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ശുദ്ധ ഭക്തന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവരിങ്ങനെയാണോ ഭഗവാന്റെയും രാധാറാണിയുടെയും സേവനത്തിൽ ഏർപ്പെട്ടത്, അതുപോലെ നമ്മളും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. അപ്പൊ ഇവിടെ എന്താണ് ഈ ശ്ലോകത്തിന്റെ പരിഭാഷയിൽ പറയുന്നത്? നമ്മള് സദാസമയം ഭഗവാന്റെ നാമങ്ങളും രൂപങ്ങളും അതുപോലെ ഭഗവാനെ കുറിച്ച് ജപിച്ചും കീർത്തിച്ചും സ്മരിച്ചും ഒക്കെ ഇരിക്കണം. ഭഗവാന്റെ കല്യാണ ഗുണങ്ങൾ, അല്ലെ, ശാശ്വത ലീലകൾ, ഇവയൊക്കെ കീർത്തനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ കഴിച്ചു കൂട്ടണം. അപ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം, നമ്മളൊക്കെ ഗൃഹസ്ഥരാണ്, അല്ലെ, നമ്മൾക്കൊക്കെ എങ്ങനെയാണ് ഇത് സാധിക്കുക? ഇതൊക്കെ സന്യാസിമാർക്കൊക്കെ അല്ലേ പറ്റുള്ളൂ, അല്ലെ? ഇത് നമ്മളൊക്കെ ഒരു സ്വാഭാവികമായ സംശയമാണ്. അപ്പോ അത് എങ്ങനെയാണ് സാധിക്കുക? അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ യശോദാമ്മയുടെ കാര്യം പറഞ്ഞത്. യശോദാമ്മ ഗൃഹകാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെ? ഭഗവാനും അതുപോലെ നന്ദ മഹാരാജാവിനും വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഓർക്കാൻ പറ്റും പല കാര്യങ്ങൾ, അല്ലെ? ഭഗവാന്റെ ലീലകൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ, ഇന്നത്തെ കാലത്ത് നമുക്ക് മെമ്മറി പവർ കുറച്ച് കുറവാണ്, അല്ലെ? നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും പിന്നെ ഓർക്കാൻ, സ്മരിക്കാൻ നമുക്ക് സാധിക്കൂല. അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എന്തുണ്ട്? വീഡിയോസ് ഒക്കെ ഉണ്ട്, അല്ലെ? ആ വീഡിയോ ഒക്കെ ഓൺ ആക്കി വെച്ചോ, അല്ലെങ്കിൽ ഓഡിയോ ഓൺ ആക്കി വെച്ചോ നമുക്ക് നമ്മുടെ പണികൾ എടുക്കാവുന്നതാണ്. ഇതൊന്നും സമയത്ത് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സദാസമയം ഭഗവത് സ്മരണയിൽ ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലും ഇരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നാമം ജപിക്കുമ്പോ നാവിനെയും മനസ്സിനെയും അതിന് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിന്റെ ഒരു സ്വഭാവം എന്താണ്? അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ചഞ്ചലം ഹി മന കൃഷ്ണ, അല്ലെ? നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്, ഓരോന്നിന്റെ പുറകെ അത് പോയിക്കൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം എന്നാണ്
ഭഗവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോ ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്ന ശുദ്ധ ഭക്തന്മാരുടെ ഈ ഒരു ഉപദേശം ഇതെങ്ങനെ നമുക്ക് കിട്ടും? അടുത്ത ചോദ്യം നമ്മുടെ വരും അല്ലെ. നമ്മൾ ആരും വൃന്ദാവന ധാമത്തിൽ വ്രജത്തിൽ പോയി താമസിക്കുന്നില്ല. അപ്പൊ അവിടെയുള്ള ഭക്തന്മാരുടെ ഉപദേശം എങ്ങനെയാ നമുക്ക് ലഭിക്കുക? അപ്പോഴാണ് നമുക്ക് ശില പ്രഭുപാദർ ഇഷ്ടം പോലെ പുസ്തകം തന്നിട്ടുണ്ട് അല്ലെ. ആ പ്രഭുപാദരുടെ പുസ്തകം വായിക്കുമ്പോ ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് എങ്ങനെയാണോ വ്രജത്തിൽ താമസിച്ചുകൊണ്ടുള്ള ഒരു ഭക്തന്മാരുടെ ഉപദേശത്തിന്റെ പ്രകാരം നമ്മൾ ജീവിക്കുന്നത്, അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോ ശില പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുക തന്നെ ചെയ്താൽ തന്നെ ഈ ഒരു കാര്യം നമുക്ക് കിട്ടിയിരിക്കും. അങ്ങനെ കൃഷ്ണനെ പ്രേമഭക്തിയോടെ സേവിക്കുന്നതിൽ നിരതന്മാരായ ഭഗവത് ഭക്തന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടരേണ്ടതാണ്. ഇതും നമ്മളെ ശ്രീമദ് ഭാഗവതം കേൾക്കാറുണ്ടോ? എല്ലാരും കേൾക്കല? ഭാഗവതം ക്ലാസ് കയറാറുണ്ടോ എല്ലാവരും? മാതാജി കേറാറുണ്ട് മാതാജി. ഏത് സമയത്താണ്? വൈകുന്നേരമാണോ? അപ്പോ അതിലെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് 2 വട്ടം, അതായത് നാരദ ബ്രഹ്മർഷിയുടെ കഥ പറയുമ്പോ എങ്ങനെയാണോ ഭക്തി വേദാന്ത സ്വാമികളിൽ നിന്ന് കേട്ടത്, അത് കഴിഞ്ഞിട്ട് വ്യാസദേവൻ അത് കേൾക്കുമ്പോ ചോദിക്കുന്നുണ്ട്, ആ 5 വയസ്സായ കുട്ടിയായിരുന്നിട്ട് വേദാന്തികൾ ഉപദേശം തന്നു, ദീക്ഷ തന്നതിന് ശേഷം എങ്ങനെയാണ് ഭക്തിയിൽ പുരോഗമിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലേ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ക്ലാസ്. അപ്പോ അതില് എങ്ങനെയാണ് നാരദ ബ്രഹ്മർഷി ഭക്തിയിൽ പുരോഗമിച്ചത് എന്ന് ശിഷ്യനായ വേദവ്യാസൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ ആ കഥ കഴിഞ്ഞിട്ട് അടുത്ത് വേദവ്യാസരുടെ കാര്യം വരുമ്പോ സൂതഗോസ്വാമിയോട് ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്നുണ്ട്, അപ്പൊ നാരദ ബ്രഹ്മർഷി പോയതിനു ശേഷം വ്യാസദേവൻ എന്ത് ചെയ്തു എന്ന്. അപ്പോ ഇതാണ് നമ്മുടെ ആ ഒരു മെത്തേഡ്. അതായത് ഗുരുവിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അവര് ഭക്തിയിൽ പുരോഗമിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൻ പ്രകാരം പുരോഗമിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് വെറുതെ ഒരു കഥ കേൾക്കാൻ വേണ്ടിയല്ല അവരാരും അത് ചോദിക്കുന്നത്. അത് അവരെങ്ങനെയാണോ പുരോഗമിച്ചത് അതുപോലെ നമുക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്തണം അല്ലെ, ആ ഒരു ഭക്തിയിൽ പുരോഗമിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവരത് ചോദിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഉപദേശങ്ങളുടെ ഒക്കെ സാരഭൂതമായ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പർപ്പോട്ടിലേക്ക് നോക്കാം. മനസ്സൊരാൾക്ക് സുഹൃത്തായും ശത്രുവായും വർത്തിക്കും. സുഹൃത്തായി വർത്തിക്കാൻ മനസ്സിൽ കൃഷ്ണാബോധത്തിൽ പരിശീലനം നൽകണം. യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതാഃ. ഭഗവത്ഗീത 8:6 പറഞ്ഞിരിക്കുന്നു, ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ ഏത് ഭാവത്തെ ഓർമ്മിക്കുന്നുവോ അതിനെ തന്നെ പ്രാപിക്കും, സംശയമില്ല. ഇപ്പൊ ഇവിടെ എന്താണ് പ്രഭുപാദൻ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മള് ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു മനസ്സ് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നല്ലേ. ഇവിടെ എങ്ങനെയാണ് മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സ് ഒരാൾക്ക് ശത്രുവായിട്ടും സുഹൃത്തായിട്ടും വർത്തിക്കുമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. എങ്ങനെയുള്ള മനസ്സാണ് സുഹൃത്ത്? അറിയോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇങ്ങനെയുള്ള മനസ്സാണ് സുഹൃത്തായിരിക്കുക? കൃഷ്ണാവബോധത്തിൽ പരിശീലനം ഉണ്ടാവണം. അതെ, കൃഷ്ണാവബോധത്തിൽ പരിശീലിക്കണം. അതിവിടെ തന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സിനെ അനുസരിക്കില്ല, മനസ്സിനെ കൺട്രോൾ ചെയ്യണം, അനുസരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാണ് മനസ്സെന്തായിട്ടിരിക്കുക? സുഹൃത്തായിട്ടിരിക്കുക അല്ലെ. മനസ്സിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുടെ മനസ്സെന്തായിരിക്കും? അയാളുടെ ശത്രു ആയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് എന്തോ മനസ്സിങ്ങനെ ചിന്തിക്കുന്നു, അതിന്റെ വഴിയെ പോകുന്നു. അപ്പൊ ആ ആളിന്റെ മനസ്സ് അയാളുടെ ശത്രുവാണ്. അതേസമയം മനസ്സ് ഓരോന്ന് ചിന്തിക്കുമ്പോ അതിനെ ഇതല്ല ചിന്തിക്കേണ്ടത്, ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതല്ല എനിക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം നമുക്ക്. അങ്ങനെയുള്ള ആളിനാണ് മനസ്സ് സുഹൃത്തായിട്ടിരിക്കുന്നത്. അതുപോലെ 8-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നമ്മള് മരണ സമയത്ത് യം ഭാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം. നമ്മള് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. നമ്മള് അതായിത്തീരുന്നതാണ്. ഇതിനെ കുറിച്ച് ഓർക്കുന്നു, നമ്മൾ അതായിത്തീരും, ഒരു സംശയമില്ല, അതിനെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ മരണസമയത്ത് അതനുസരിച്ചുള്ള ഒരു ജന്മം പിന്നീട് എടുക്കേണ്ടതായി വരുന്നു. മരണസമയത്ത് കൃഷ്ണനെ ഓർക്കാൻ കഴിഞ്ഞാൽ ഗോലോക വൃന്ദാവനം എന്ന ദിവ്യ ലോകത്തിലേക്ക് പോകാം. അപ്പോ അന്തകാലേ മാമേവ സ്മരൻ മുക്ത്വാ കളേബരം എപ്രയാതി സമദ്ഭാവം യാതിനാസ്ത്യത്ര സംശയ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിച്ചാൽ
നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നു. അപ്പോ ചിലര് വിചാരിക്കും അജാമിളന്റെ കഥയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭാഗവതത്തിലുള്ള ഒരു കഥയാണ് അജാമിളന്റെ കഥ. അജാമിളൻ വളരെ രീതിയിൽ ജീവിച്ചു, എന്നിട്ട് മരണം ആസന്നമായപ്പോ അദ്ദേഹം നേരിട്ടത് പ്രകാരം എന്ന് വിളിച്ചു. കാരണം മകനെ വിളിച്ചതാണ്. ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. മാതാജി മ്യൂട്ടാക്കി ആവുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. എനിക്ക് മാത്രാണോ? അതെ, എന്റെ ചാനലിലാണ് ഞാൻ കേറുന്നത്. എന്നാ ഞാൻ വീഡിയോ ഓഫ് ആക്കട്ടെ. എല്ലാരും അൺമ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്, അതാണ് കേക്കാത്തത്. എല്ലാരും മ്യൂട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ? അപ്പൊ കേൾക്കുന്നുണ്ട് മാതാജി. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? മരണസമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ശ്രീമദ് ഭാഗവതത്തിലെ അജാമിളന്റെ കഥയുണ്ട് അല്ലേ? അജാമിളന്റെ കഥയിൽ എന്താ പറയുന്നത്? അജാമിളൻ തെറ്റായ രീതിയിൽ വഴിവിട്ട ജീവിതം ജീവിച്ചു. എന്നിട്ട് മകന് നാരായണൻ എന്ന പേരിട്ടു. അവസാനം മരണസമയത്ത് മകനെ വിളിച്ചതാണ്. മരണം ആസന്നമെത്തി. യമദൂതന്മാര് വന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പോ നാരായണ എന്ന മകനെ വിളിച്ചപ്പോ വിഷ്ണുദൂതന്മാര് വരികയും അദ്ദേഹത്തെ അവിടുന്ന് യമദൂതന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും പിന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനുശേഷം ഭക്തിയുത സേവനം അനുഷ്ഠിച്ചു തിരിച്ചു ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതല്ല അല്ലെ? നമ്മളോട് പലരും പറയും നമുക്ക് അങ്ങനെ, അതായത് അജാമിളന് കിട്ടിയും മോശമായിട്ട്, നമ്മൾ അത്രയും മോശമായിട്ടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമ്മളും ഭഗവാനെ വിളിക്കുന്നു. പക്ഷെ വിളിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ നമ്മൾ ചിന്തിക്കും, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ നാവില് വരുള്ളൂ. അജാമിളനെ കിട്ടിയത് എന്താണ്? ഒരു ലോട്ടറി അടിക്കും പോലെ. എല്ലാവർക്കും ലോട്ടറി അടിക്കില്ലല്ലോ. അജാമിളനെ കിട്ടിയത് അങ്ങനെയാണ്. അപ്പൊ അജാമിളൻ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ എന്തോ കൊണ്ട്. ഹരേ കൃഷ്ണ. കേൾക്കാമോ? എന്റെ ഡാറ്റയിലായതുകൊണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ടതാ. ഓക്കെ, അപ്പോ ക്ലാസ് നിർത്തണോ? കട്ട് ചെയ്യണോ? ഒരു വേണ്ട മാതാജി, സെക്കൻഡ്. ശ്ലോകം കഴിയട്ടെ മാതാജി. വേണ്ട തുടർന്നോ? തുടർന്നാ മതി. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് എന്താണോ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ നമ്മള് തുടർന്ന് ചെയ്യുള്ളൂ. അപ്പൊ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ നിത്യം ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ആ മരണ സമയത്ത് നമുക്ക് വരുള്ളൂ. അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രമേ ഭഗവാനെ ഓർക്കാൻ സാധിക്കുള്ളൂ. മറ്റൊന്നിനെയും സ്മരിക്കാതിരിക്കാൻ മനസ്സിന് പരിശീലനം നൽകണം. കൃഷ്ണനാമം ജപിക്കുവാനും പ്രസാദം അനുഭവിക്കുവാനുമായി നാവിനെ പരിശീലിപ്പിക്കണം. അപ്പൊ ഇവിടെ എല്ലാം ട്രെയിനിങ് കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഏത് സ്റ്റേജിലേക്ക് എത്തുക? ഭാവ സ്റ്റേജിലേക്ക് അല്ലെ? വേറെ പലതും നമ്മൾ ചിന്തിക്കും അല്ലെ? ഒരു ദിവസം ഇന്നത്തെ ദിവസം നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും, നാളെ എന്താണ് കൊടുക്കുക, നാളെ എന്താണ് രാവിലത്തേക്ക് പലഹാരം ഉണ്ടാക്കുക, ഇങ്ങനെ പലതും നമ്മൾ ചിന്തിക്കും അല്ലെ? പക്ഷെ നമ്മളെ ചിന്തകൾ വന്നാലും നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ചിന്തകൾ ഒട്ടും വരാതെ നമുക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? പക്ഷെ നമ്മൾ അതിനെ പെട്ടെന്ന് ഭഗവാനിലേക്ക്. മറ്റൊന്നിനെയും സ്മരിക്കാതിരിക്കാൻ മനസ്സിന് പരിശീലനം നൽകണം. കൃഷ്ണനാമം ജപിക്കുവാനും പ്രസാദം അനുഭവിക്കാനുമായി നാവിനെ പരിശീലിപ്പിക്കണം. അപ്പൊ നാവ് പലതും ആഗ്രഹിക്കും അല്ലെ? പല ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കും. ആ നാവിന് നമ്മളെ പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കണം. അതുപോലെ ഭഗവാന്റെ നാമം സദാ നാവിൽ വരാൻ നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മുടെ നാവിനെ. കൃഷ്ണന്റെ നാമം ജപിച്ചും സ്മരിച്ചും രൂപഗുണലീലാദികൾ സ്മരിച്ചും കീർത്തിച്ചുമാണ് മനോനിയന്ത്രണം കൈവരുത്തേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ സാധ്യമാകും? നമുക്ക് ഈ മനസ്സിനെ നിയന്ത്രിക്കണം, അതുപോലെ നാവിനെ നിയന്ത്രിക്കണം. ഇത് എങ്ങനെ സാധ്യമാകും? അതാണ് പറയുന്നത്. ഭഗവാന്റെ നാമം ജപിച്ചും ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ടും അല്ലെ? സദാ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങള് ഒന്നുമില്ലെങ്കിലും നമ്മൾ കുറച്ച് ശ്ലോകങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് നമുക്ക് കിച്ചണിലോ എവിടെ നമ്മൾ കൂടുതൽ സമയം എവിടെയാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അവിടെയുള്ള വാളിലൊക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാം അല്ലെ? ഈ
തൂക്കിയിടുകയോ ഒട്ടിച്ചു വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് അതുപോലെ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് നമുക്ക് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബില് അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതിങ്ങനെ കേട്ടോണ്ടിരിക്കാം. രൂപഗുണലീലാദികൾ സ്മരിച്ചും കീർത്തിച്ചുമാണ് മനോനിയന്ത്രണം കൈവരുത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ മാത്രമേ നമുക്ക് മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. നവാഗതന്മാർ നിയതമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം. അങ്ങനെ 4 രൂപങ്ങളോട് അഭിരുചി ഉണ്ടാകുന്നു. അപ്പൊ പുതിയ പുതിയ ആൾക്കാര് അവരെന്ത് ചെയ്യണം എന്നാ പറയുന്നത്? നിയതമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ഗുരുക്കന്മാര് അല്ലെങ്കിൽ ശിക്ഷാ ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ പ്രകാരം നമ്മള് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം. തുടക്കത്തിൽ എന്താ പറയുന്നത്? ജപിക്കാനാ പറയുന്നത് അല്ലെ? ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പ്രോഗ്രസ് ചെയ്യുമ്പോഴോ ഭഗവത്ഗീത കഴിഞ്ഞ് പതിയെ ശ്രീല പ്രഭുപാദരുടെ ചെറിയ ബുക്സിലേക്ക് വരും നമ്മള്. അത് കഴിഞ്ഞ് ഭാഗവതം വായിക്കാൻ തുടങ്ങും അല്ലെ? അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നാമരൂപ ഗുണങ്ങളോട് അഭിരുണ്ടാകുന്നു. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇതൊക്കെ വായിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ആ റിയൽ ട്രൂത്തിലേക്ക് നമ്മൾ വരും അല്ലെ? അപ്പൊ നമുക്ക് അതിനോട് ഒരു രുചി ഉണ്ടാകുന്നു. ഇങ്ങനെ ആസക്തി ഉണ്ടായാൽ യമനിയമങ്ങളൊന്നും അനുസരിക്കാതെ തന്നെ അവന് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ സ്വച്ഛന്തം സേവിക്കാം. ഇതിനെ രാഗഭക്തി എന്ന് പറയുന്നു. അപ്പോ ഇത് ഒരു ഹയർ സ്റ്റേജ് ആണ് കേട്ടോ. നമ്മൾ യമനിയമങ്ങളൊന്നും പാലിക്കാതെ അല്ലെങ്കിൽ നാമം ജപിക്കാതെ ഭഗവാന്റെ ഭക്തി മുന്നേറാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മളൊക്കെ ആരാണ്? തുടക്കക്കാരാണ് അല്ലെ? നമ്മള് തീർച്ചയായിട്ടും യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അങ്ങനെ മുന്നോട്ട് പോകെ അഡ്വാൻസ്ഡ് സ്റ്റേജ് എത്തുമ്പോ ഒരു ഭക്തിയിൽ നല്ല ഉറച്ചു വരുമ്പോ നമുക്ക് ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തോളൂ. നമ്മള് കൃത്യം 11 മാല നമ്മൾ ചിലപ്പോ 20ഓ 30ഓ മാല ജപിച്ചിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഹയർ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കൂടും അല്ലെ? സദാസമയം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തിന്റെ ആവശ്യമില്ല? റൂൾസ് പാലിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കണം എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഭഗവാന്റെ പ്രസാദം അല്ലാത്ത ഒന്നിനോട് രുചി തോന്നില്ല. പിന്നെ അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തിന്റെ ആവശ്യമില്ല? ഈ ഒരു റൂളിന്റെ ആവശ്യം, ഒരു റൂൾസ് അനുസരിച്ച് പോകേണ്ടതിന്റെ ആവശ്യമില്ല. ആ വ്യക്തി കഴിക്കുന്നത് ഒക്കെ പ്രസാദമായിരിക്കും, അല്ലാത്തത് കഴിക്കാൻ ആ വ്യക്തിക്ക് തോന്നില്ല. ഇതിനോടൊരു രുചി തോന്നില്ല. ആ ഒരു സ്റ്റേജിലേക്ക് അവരെത്തും. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒന്നും, അതായത് യമനിയമങ്ങളൊന്നും അനുസരിക്കാതെ തന്നെ അവന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്വമേധയാ സേവിക്കാം. രാഗഭക്തി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്റ്റേജിനെയാണ്, അതായത് ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളോട് അഭിരുചി ഉണ്ടായി, അതിനോട് ആസക്തി ഉണ്ടായി, ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് യമനിയമങ്ങളൊന്നും അനുസരിക്കാതെ തന്നെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. ആ ഒരു സ്റ്റേജിനെയാണ് രാഗഭക്തി എന്ന് പറയുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണിക്കുന്നു അൺസ്റ്റേബിൾ ആണ് നെറ്റ് എന്ന്. കേൾക്കുന്നില്ലെങ്കിൽ എന്നോടൊന്ന് പറയണേ. രാഗഭക്തിയിൽ എത്തിയ ഒരാൾക്ക് വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ശാശ്വത സഹചാരികളിൽ ഒരാളുടെ പാദപത്മങ്ങൾ പിന്തുടരാം. അപ്പോൾ അത് രാഗാനുഗ ഭക്തിയാകും. അപ്പൊ ഈ രാഗഭക്തിയുടെ ഹയർ സ്റ്റേജ് ആണ് എന്ത്? രാഗാനുഗ ഭക്തി. അതെന്താ പറയുന്നത്? രാഗഭക്തിയിലെത്തിയ ഒരാൾക്ക് വൃന്ദാവനത്തിൽ ഭഗവാന്റെ ശാശ്വത സഹചാരികളിൽ ഒരാളുടെ പാദപത്മങ്ങൾ പിന്തുടരാം. അപ്പൊ ഏതെങ്കിലും ഒരു ഭക്തന്റെ പാത പിന്തുടർന്ന ആ ഒരു സ്റ്റേജ്, ആ ഒരു സ്റ്റേജ് എത്തുന്നത് രാഗാനുഗ ഭക്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഗോപികമാരുടേതുപോലെ അല്ലെ, അതുപോലെയൊക്കെയുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് ആ ഒരു പാദപത്മങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഭഗവാനെ സേവിക്കാൻ സാധിക്കും. അതിനെ രാഗാനുഗ ഭക്തി എന്ന് പറയുന്നു. കൃഷ്ണന്റെ കണ്ഠത്തിലെ പൂക്കളെ പോലെയും പശുക്കളെ പോലെയും ഓടക്കുഴൽ പോലെയും ആകാൻ ആഗ്രഹിക്കുന്നവർ ശാന്തരസത്തിലാണ് അവലംബിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ആഭരണങ്ങൾ അല്ലെ, കഴുത്തിലെ പൂക്കള്, അതുപോലെ പശുക്കളെ പോലെ, ഓടക്കുഴൽ പോലെ, ഇതൊക്കെ എന്താണ്? നമുക്ക് കാണുമ്പോൾ ജീവനില്ലാത്തതാണ് അല്ലെ? ശരിക്കും പൂക്കൾക്ക് പ്രത്യേകിച്ച് ജീവനില്ല. ഓടക്കുഴല് അതെന്താണ്? അതും ഒരു അചരം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ജീവനില്ലാത്ത വസ്തുവാണ്. പക്ഷെ പശുക്കള് ജീവനുള്ളതാണ്. അതുപോലെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലുള്ളത്, അതാണ് ശാന്തരസത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. അത് എന്താണ്? അതൊന്നും വേറൊന്നും ചെയ്യുന്നില്ല അല്ലെ? ഭഗവാനെ അലങ്കരിക്കുന്നു, അതുപോലെ ഭഗവാനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ കൂടുതൽ സർവീസ് അവർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളത് ശാന്തരസത്തിൽ, അതായത് സൈലന്റ് ആയിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നു.
അപ്പോ അതാണ് ശാന്തരസം എന്ന് പറയുന്നത്. ഏതുപോലെയാണെന്ന് പറയുന്നു? ഭഗവാന്റെ കഴുത്തിലെ പൂക്കളെ പോലെയും പശുക്കളെ പോലെയും ഓടക്കുഴൽ പോലെയും ആകാൻ ആഗ്രഹിക്കുന്നവർ ശാന്തരസത്തിലാണ് ഭഗവാനെ അവലംബിക്കുന്നത്. ചിത്രകാരന്റെയോ പത്രകന്റെയോ രക്തകന്റെയോ ആകാൻ ആഗ്രഹിക്കുന്നവർ ദാസ്യരസ ലക്ഷണമാണ് അവലംബിക്കേണ്ടത്. അപ്പൊ ചിത്രകാരന്റെ പോലെയോ ഭഗവാന്റെ ചിത്രം വരയ്ക്കുക, അതായത് പത്രകന്റെയോ രക്തകന്റെയോ, എന്താ രക്തകൻ എനിക്ക് ഇത്ര നോക്കട്ടെ ടെക്സ്റ്റില്. കേൾക്കുന്നില്ല. കാണുന്നില്ല. ആർക്കും കാണുന്നുണ്ടോ? ഇല്ല, ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞിണ്ടായില്ല പ്രഭു. ചിത്രകാരന്റെയോ പത്രകന്റെയോ രക്തകന്റെയോ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർ ദാസ്യരസ ലക്ഷണമാണ് അവലംബിക്കേണ്ടത്. അതായത് ഭഗവാനെ ദാസ്യ രൂപത്തിൽ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു വിസിബിൾ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയുടെ അടുത്ത് ഏത് ഭാവത്തിലാണ്? ദാസ്യ ഭാവത്തിലാണ് സേവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹനുമാൻ സ്വാമിയും ദാസ്യഭാവത്തിലാണ് സേവനങ്ങൾ ചെയ്തിട്ടുള്ളത്. ബലദേവിനെയോ സുദാമാവിനെയോ പോലെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ സാഖ്യരസത്തിലും നന്ദമഹാരാജാവിനെയോ യശോദയോ പോലെയോ ആഗ്രഹിക്കുന്നവർ വാത്സല്യരസത്തിലുമാണ് അവലംബിക്കേണ്ടത്. ഇപ്പോ ബലദേവനും അതുപോലെ നമുക്കറിയാം അർജുനൻ അല്ലെ, ഇവരൊക്കെ ആരുടെ ഭാവത്തിലാണ് ഭഗവാന് സേവനം ചെയ്തിട്ടുള്ളത്? ഒരു കൂട്ടുകാരന്റെ ഭാവത്തിൽ അല്ലെ, മിത്രത്തിന്റെ ഭാവത്തിലാണ് സേവനം ചെയ്തിട്ടുള്ളത്. മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ സഖ്യരസം, ആ രസത്തിന്റെ പേരാണ് സഖ്യരസം. പിന്നെ നന്ദമഹാരാജാവ്, യശോദാമ്മ അങ്ങനെയുള്ളവരെ ഭഗവാനെ വാത്സല്യ രസത്തിലാണ് സ്നേഹിച്ചിട്ടുള്ളത് അല്ലെ, ഭഗവാനെ അവലംബിച്ചിട്ടുള്ളത് വാത്സല്യ രസത്തിലാണ്. അപ്പോ നമ്മൾ ഈ ഒരു 8ാമത്തെ ശ്ലോകം ഭാവ സ്റ്റേജ് ആണ് പറയുന്നത്. അങ്ങനെയുള്ള ഓരോരോ ഭാവമാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് പറഞ്ഞത് ശാന്തരസത്തില്, അതിനുള്ള ഉദാഹരണം ഭഗവാന്റെ കഴുത്തിലെ പൂക്കളും പശുക്കളും ഓടക്കുഴലും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയില്. ഇനി രണ്ടാമത്തേത് കേക്കാൻ വയ്യ മാതാജി. മാതാജി കേൾക്കത്തില്ലല്ലോ. കൃഷ്ണ, ഞാൻ ഔട്ടായി പോയി. എന്നെ ആദ്യം ഹോസ്റ്റ് ആക്കേണ്ടി വരുമല്ലോ. ഞാൻ ഹോസ്റ്റ് ആണല്ലേ. പ്രശ്നമായിരിക്കും. നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഞാൻ ഡാറ്റയിലാണ് ക്ലാസ് എടുക്കുന്നത് മാതാജി. എന്റെ വൈഫൈ എന്തോ പ്രോബ്ലം വന്നതുകൊണ്ടാ. ചിത്രകാരന്റെയോ ബലദേവനെയോ സുദാമാവിനെയോ പോലെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ സാഖ്യരസത്തിലാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവലംബിക്കുന്നത്. ഇനി നന്ദമഹാരാജാവിനെയോ യശോദാമയോ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർ വാത്സല്യ രസത്തിലാണ് അവലംബിക്കേണ്ടത്. ശ്രീമതി രാധാറാണി, ലളിത, രൂപ, രതി എന്നിങ്ങനെ സ്ത്രീ സുഹൃത്തുക്കളെ പോലെ ആഗ്രഹിക്കുന്നവർ മാധുര്യ രസത്തിലുമാണ് അവലംബിക്കേണ്ടത്. അപ്പോ രാധാറാണിയെ പോലെ, അതുപോലെ ലളിത, രൂപ, രതി എന്നിങ്ങനെയുള്ള ഭഗവാന്റെ അഷ്ടസഖിമാരെ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാതാജി. കേൾക്കുന്നുണ്ട് മാതാജി, കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോ രാധാറാണിയെ പോലെ, അതുപോലെ ലളിത, രൂപ, രതി അങ്ങനെയുള്ള ഭഗവാന്റെ സഖിമാര്, അഷ്ടസഖിമാര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അവരെ പോലെയുള്ള ഭാവത്തിലാണ് നമുക്ക് ഭഗവാനെ അവലംബിക്കാൻ താല്പര്യമെങ്കിൽ അവർ ഏത് രസത്തിലാണ്? മാധുര്യ രസത്തിലാണ് അവര് അവലംബിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഈ അധ്യായം ഇവിടെ തീരാണ്. ഏതിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണ്ടേ? ശ്ലോകം 8 പറയുന്നത് എന്താണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സദാ 24 മണിക്കൂറും
തന്റെ എല്ലാ സമയവും 24 ഭഗവാന്റെ ലീലകൾ കൃഷ്ണന്റെ പുണ്യനാമങ്ങൾ, രൂപങ്ങള്, ഗുണങ്ങള്, ലീലകള് മുതലായവ കീർത്തനം ചെയ്യുന്നതിലും ശ്രമത്തിൽ നാവിനെയും മനസ്സിനെയും വ്യാപരിപ്പിച്ച വ്രജത്തിൽ താമസിച്ചുകൊണ്ടും കൃഷ്ണനിൽ അനുസരിച്ചുകൊണ്ടും കാലം കഴിച്ചു കൂട്ടണമെന്നാണ് സാരമായ ഉപദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അത് എല്ലാവരും മ്യൂട്ടിലിരുന്നാലേ ക്ലിയർ ആവുന്നുള്ളൂ, അതാണ് കാര്യം. അപ്പൊ ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ 8ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്നാണ് മനസ്സിലാക്കിയത് നമ്മള്. ഗുണങ്ങൾ, കല്യാണ ഗുണങ്ങൾ, ലീലകൾ ഇതൊക്കെ സ്മരിച്ചും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടും നമ്മള് ഇരിക്കേണ്ടതാണ്. സദാ ഭഗവാനെ കുറിച്ച് അഥവാ വൃന്ദാവനത്തിലുള്ള ശുദ്ധ ഭക്തന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. അതുപോലെ ഭഗവാനെ പ്രേമഭക്തിയോടെ സേവിക്കുന്നതിൽ സദാ നിരതരായ ഭഗവത് ഭക്തർ കാലടിപ്പാടുകൾ പിന്തുടരേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ പഠിച്ചത്. ഒരാളുടെ സുഹൃത്തായും ശത്രുവായും പ്രവർത്തിക്കുന്നത് എന്താണ്? മനസ്സാണ് അല്ലെ? ശത്രുവായിട്ട് ഏത് സിറ്റുവേഷനിലാണ് എങ്ങനെയാണ് സുഹൃത്താവുന്നത്, എങ്ങനെയാണ് ശത്രുവാവുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാം അല്ലെ? പോകാം. നാവിനെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്? കൃഷ്ണനാമം ജപിക്കാൻ നാവിനെ പരിശീലിപ്പിക്കണം. പ്രസാദം കഴിച്ചും മനോനിയന്ത്രണം കൈവരിക്കേണ്ടത് എങ്ങനെയാണ്? കൃഷ്ണന്റെ നാമം കൃഷ്ണപ്രസാദം അനുഭവിക്കാനും മാത്രമായി കൈവരുത്തുന്നു. കൃഷ്ണ സ്മരണയിലുള്ള 5 കാര്യങ്ങൾ എന്തെല്ലാം? സ്മരണം, ലയനം, ധ്യാനം, നിരന്തര ചിന്തനം, സമാധി. ഇതാണോ മാതാജി? മരണം, ലയനം, ധ്യാനം, നിരന്തര ചിന്തനം, ലയനം, ധ്യാനം, നിരന്തര ചിന്തനം, സമാധി എന്നീ 5 കാര്യങ്ങൾ കൃഷ്ണ സ്മരണം, ലയനം, ധ്യാനം, നിരന്തര ചിന്തനം, സമാധി എന്നീ 5 കാര്യങ്ങൾ സ്മരണയിലുണ്ട്, കൃഷ്ണ സ്മരണയിലുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇല്ല, കാണുന്നില്ല. എനിക്കും ഒന്നും കണ്ടുകൂടാ. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാമോ? രാഗഭക്തി എന്താണ്? രാഗശക്തിയല്ലേ? മാതാജി പറയും. മാതാജി എല്ലാവരോടും പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല മാതാ. ഹരേ കൃഷ്ണ. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ഉണ്ട്. ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം. രാഗഭക്തി എന്താണെന്ന് വിശദമാക്കുക. നമ്മൾ നേരത്തെ കണ്ടു, രാഗഭക്തിയാണ്, രാഗശക്തിയല്ല, രാഗഭക്തി തന്നെയാണ്. നവാഗതന്മാർ നിയതമായ ഭക്തി ഉത്സവത്തിൽ ഏർപ്പെടണം. അങ്ങനെ നാമരൂപ ഗുണങ്ങളോട് അഭിരുചി ഉണ്ടാവുന്നു. ഇങ്ങനെ ആസക്തി ഉണ്ടായാൽ യമനിയമങ്ങളൊന്നും അനുസരിക്കാതെ തന്നെ അവനെ കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ സ്വച്ഛന്ത സേവിക്കാം. ഇതിനെ രാഗഭക്തി എന്ന് പറയുന്നു. ഇനി രാഗാനുഗ ഭക്തി. രാഗഭക്തിയിൽ എത്തിയ ഒരാൾക്ക് വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ശാശ്വത സഹചാരികളിൽ ഒരാളുടെ പാദപത്മങ്ങൾ പിന്തുടരാം. അപ്പോൾ അത് രാഗാനുഗ ഭക്തിയാകും. അതാണ് ഇവിടെ രാഗഭക്തിയും രാഗാനുഗ ഭക്തിയാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം അല്ലെ, രാഗാനുഗ ഭക്തിയാകുന്നത് എങ്ങനെയാണ്? അത്തരത്തിൽ രാഗഭക്തി സ്റ്റേജിൽ എത്തിയ ഒരാൾക്ക്
വൃന്ദാവനത്തിലുള്ള ഒരു ഭഗവാന്റെ കൂടെയുള്ള ഭഗവാന്റെ പാർഷദന്മാരല്ലേ, ഭഗവാന്റെ ഭക്തന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് അവരുടെ ഭാവത്തിൽ ഭഗവാനെ സേവനം ചെയ്യുമ്പോൾ അത് രാഗാനുഗ ഭക്തിയാകുന്നു. 5 തരം രസങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? ശാന്ത, ദാസ്യ, സഖ്യ, പിന്നെ വാത്സല്യ, പ്രേമ. അങ്ങനെ 5 തരം രസങ്ങൾ നമ്മൾ പഠിച്ചു. ഓരോ രസത്തിനും ഉദാഹരണങ്ങൾ പറയുക. നമ്മൾ പറഞ്ഞു ശാന്തരസത്തിന് ഭഗവാന്റെ ഓടക്കുഴല്, ഭഗവാന്റെ കഴുത്തിൽ അണിയുന്ന മാല, പശുക്കള് ഒക്കെ ശാന്തരസത്തിന് ഉദാഹരണമാണ്. ദാസ്യരസത്തിന് ലക്ഷ്മണനും ഹനുമാനും ഉദാഹരണങ്ങളാണ്. ഇനി സഖ്യരസത്തിന് ആരൊക്കെയാണ്? സുദാമ, ബലരാമൻ, അതുപോലെ അർജുനൻ ഒക്കെ സഖ്യരസത്തിന് ഉദാഹരണമാണ്. വാത്സല്യരസം നന്ദമഹാരാജാവും യശോദാമയും ഉദാഹരണമാണ്. പിന്നെ പ്രേമഭാവം, ആ ഒരു മാധുര്യ പ്രേമരസത്തില് രാധാറാണി, ഗോപികമാര് അവരൊക്കെയാണ് ഉദാഹരണമായിട്ട് വരുന്നത്. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തതിലേക്ക് കടക്കട്ടോ? ഞാൻ 9ാമത്തെ കൂടെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. നെറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അടുത്ത ശ്ലോകം കൂടെ എടുക്കട്ടെ. ഒന്നുകൂടി പറയാവോ? 7ാമത്തെ രാഗഭക്തിയോ? രാഗഭക്തി അത് മറ്റേ സ്ലൈഡ് കാണിച്ചാ മതി ഒന്ന്. മതി. നിയതമായ ഭക്തിയുത സേവനത്തിൽ, അതായത് തുടക്കക്കാരായിട്ടുള്ള നവാഗതരായിട്ടുള്ള ആളുകള് നിയതമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക. അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാമരൂപ ഗുണങ്ങളോട് രുചി ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്ക്, അതായത് ഒരു ഹയർ സ്റ്റേജിലേക്ക് അവരെത്തുന്നു. ഇങ്ങനെ ആസക്തി ഉണ്ടായാൽ, അതായത് വളരെ വളരെ ഉയർന്ന സ്റ്റേജാണ് കേട്ടോ. അങ്ങനെ ആസക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് യമനിയമങ്ങളൊന്നും അനുസരിക്കാതെ തന്നെ ഭഗവാനെ സേവിക്കാൻ സാധിക്കും. അതിനെയാണ് രാഗഭക്തി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇപ്പൊ അടുത്തതിലേക്ക് കടക്കട്ടെ. എഴുതിയെടുക്കണം. എന്നാ അത് മതി, സ്ക്രീൻഷോട്ട് എടുക്കാം. മാറ്റിക്കോ മാതാജി. 9 എടുക്കും. ഹരേ കൃഷ്ണ. വേഗം എടുക്കാം ഇത് കേട്ടോ. വൈകുണ്ഠാജനിതോ വരാ മധുപുരി തത്രാഭിരസോ രാസോത്സവാൻ വൃന്ദാരണ്യമുദാര പാണിരമണാ തത്രാപി ഗോവർദ്ധന രാധാകുണ്ഡമിഹാപി ഗോകുലപതി പ്രേമാമൃതാപ്ലാവനാൻ കുര്യാദസ്യ വിരാജതോ ഗിരിതടേ സേവാം വിവേകീനക. ഇതിന്റെ അർത്ഥം പഠിക്കാൻ നമുക്ക്. ശ്ലോകം കുറച്ച് വലുതാണ്. മധുര എന്ന് പറയപ്പെടുന്ന പുണ്യമായ സ്ഥലം ഭഗവാന്റെ ജനനം ഹേതുവായിട്ട് വൈകുണ്ഠത്തെക്കാൾ ദിവ്യത്വത്തിൽ മികച്ചു നിൽക്കുന്നു. ഇത് നമുക്കൊരു ട്രീ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ്, അതായത് ആദ്യം തന്നെ മധുരയെ പറയുന്നത്, മധുര വൈകുണ്ഠത്തെക്കാൾ മികച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വൈകുണ്ഠം ഏറ്റവും താഴെ വരുന്നു, മധുര അതിന്റെ മുകളിൽ വരുന്നു അല്ലെ ഇമ്പോർട്ടൻസില്. ഞാൻ വിചാരിച്ചു മത്സ്യം വൈകുന്നേരം ഓമനെ വിളിച്ചായിരുന്നു. മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ മധുര എന്ന് പറയപ്പെടുന്ന പുണ്യസ്ഥലം ഭഗവാന്റെ ജനനം ഹേതുവായിട്ട്, അതിനൊരു കാരണം എന്താണ്? മധുര ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ള ഭൂമിയാണ് മധുര. അതുകൊണ്ട് തന്നെ വൈകുണ്ഠത്തെക്കാൾ ദിവ്യത്വത്തിൽ മികച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ മധുര എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണുമ്പോൾ ഇവിടെ ഈ ഭൗതിക ലോകത്തുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുമെങ്കിലും അത് ശരിക്കും വൈകുണ്ഠത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ രാസലീല വിനോദങ്ങൾ ദിവ്യമായ വൃന്ദാവനം മധുരയേക്കാൾ ശ്രേഷ്ഠതരമാണ്. അപ്പോ ഭഗവാന്റെ രാസലീല വിനോദങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എവിടെയാണ്? വൃന്ദാവനത്തിലാണ്. അതുകൊണ്ട് ഭഗവാൻ അവതരിച്ച മധുരാഭൂമിയേക്കാൾ മികച്ചു നിൽക്കുന്നു വൃന്ദാവനം. ശ്രീകൃഷ്ണൻ തന്റെ കൈകൊണ്ട് ഉദ്ധരിക്കുകയാലും അനേകം ലീലാവിനോദങ്ങൾ ഏർപ്പെടുകയാലും ഗോവർദ്ധന പർവ്വതം വൃന്ദാവനത്തെക്കാൾ മേന്മയേറിയതാണ്. അപ്പോ വൃന്ദാവനത്തിലാണ് ഭഗവാന്റെ രാസലീലയൊക്കെ ഉള്ളത്. പക്ഷെ ഭഗവാനാൽ ഉയർത്തപ്പെട്ടതാണ് ഗോവർദ്ധന പർവ്വതം അല്ലെ.
അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതം വൃന്ദാവനത്തെക്കാൾ മികച്ചതാണെന്ന് പറയുന്നു. എല്ലാത്തിലും മികച്ചത് അത്രേ ശ്രീ രാധാകുണ്ഡം. എന്തുകൊണ്ടെന്നാൽ ഗോകുലനാഥനായ ശ്രീകൃഷ്ണന്റെ ദിവ്യപ്രേമമാകുന്ന അമൃതം അതിൽ കരകവിഞ്ഞൊഴുകുന്നു. അപ്പോ ഗോവർദ്ധന പർവ്വതം മികച്ചതാണ്. പക്ഷെ ഗോവർദ്ധന പർവ്വതത്തെക്കാളും ഈ പറഞ്ഞ എല്ലാത്തിനേക്കാളും മികച്ചതാണ് ശ്രീമതി രാധാറാണിയുടെ കുണ്ഠമായിട്ടുള്ള രാധാകുണ്ഡം എന്ന് പറയുന്നു. അപ്പോ ഒരിക്കൽ കൂടി ഇതൊരു ട്രീ ആയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഉണ്ടാവുക. ഏറ്റവും താഴെ വരുന്നത് വൈകുണ്ഠം ആയിരിക്കും. ഓക്കെ, ആ വൈകുണ്ഠത്തെക്കാൾ മികച്ചതാണ് മധുര. കാരണം ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത് മധുര ധാമിലാണ്. അതുകൊണ്ട് മധുര വൈകുണ്ഠത്തെക്കാൾ ദിവ്യത്വത്തിൽ മികച്ചു നിൽക്കുന്നു എന്നിവിടെ പറയുന്നു. കൃഷ്ണന്റെ രാസലീല വിനോദങ്ങളാൽ ദിവ്യമായ വൃന്ദാവനം മധുരയേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോ ഭഗവാന്റെ രാസലീല നടത്തിയിട്ടുള്ളത് വൃന്ദാവനത്തിലായതുകൊണ്ട് വൃന്ദാവനം മധുരയേക്കാൾ മികച്ചു നിൽക്കുന്നു. അപ്പൊ നമ്മൾക്ക് ആ ട്രീയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും താഴെ വൈകുണ്ഠം, അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു ഏത് സ്ഥലം? മധുര. ആ മധുരയേക്കാൾ ഉയർന്നു നിൽക്കുന്നു എവിടെ? വൃന്ദാവനം. ഇനി വൃന്ദാവനത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു ഏത്? ഗോവർദ്ധന പർവ്വതം അല്ലെ. എന്തുകൊണ്ടാണ്? ഭഗവാൻ തന്റെ കൈകൊണ്ട് ഉദ്ധരിക്കുകയാലും ഭഗവാന്റെ അനേകം ലീലകൾ നടന്നിട്ടുള്ളതും എവിടെയാണ്? ഗോവർദ്ധനത്തിലാണ്. അതുകൊണ്ട് ഗോവർദ്ധനം വൃന്ദാവനത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു. അപ്പോ ഗോവർദ്ധനത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ആ ഒരു ട്രീ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. അത് ഒരു ട്രീ ആയിട്ട് എഴുതിയെടുക്കാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരും. അപ്പോ ഗോവർദ്ധനത്തെക്കാൾ മികച്ചത് എത്ര? ശ്രീ രാധാകുണ്ഡം. എന്തുകൊണ്ടാണ്? അത് രാധാറാണിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുണ്ഠമാണ് അല്ലെ. അവിടെ എന്താണ് കിട്ടുക? ഗോകുലനാഥനായ ശ്രീകൃഷ്ണന്റെ ദിവ്യ പ്രേമമാകുന്ന അമൃതം അതിൽ കരകവിഞ്ഞൊഴുകുന്നു. അതുകൊണ്ട് തന്നെ രാധാകുണ്ഠം വളരെ സ്പെഷ്യൽ ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിവാരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ രാധാകുണ്ഡത്തെ സേവിക്കുന്നതിൽ വിവേകശാലിയായ ഏതൊരാളാണ് വിമുഖനായിരിക്കുക? അപ്പോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് ഏത്? രാധാകുണ്ഡം. ആ രാധാകുണ്ഡത്തിന്റെ സേവനം ചെയ്യുന്നതില് ആരാണ് വിമുഖത കാണിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു രാധാകുണ്ഡത്തിൽ സേവനം ചെയ്യണം. എങ്ങനെയാണ് രാധാകുണ്ഡത്തിൽ സേവനം ചെയ്യാം? രാധാകുണ്ഡത്തിൽ നമുക്ക് സ്നാനം, ഇപ്പൊ സ്നാനം അനുവദനീയമല്ല, അതുകൊണ്ട് ആചമൻ ചെയ്യാം. ഭാവാർത്ഥമേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മീയ ലോകത്തിന് ഭൗതിക ലോകത്തിനേക്കാളും മേന്മയുണ്ടെന്നാലും ഭഗവാൻ മധുരയിൽ ജനിച്ചത് കൊണ്ട് മധുര ആത്മീയ ലോകത്തെക്കാൾ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. ഇപ്പോ ആത്മീയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ വളരെ സ്പെഷ്യൽ ആണ് അല്ലെ. നമുക്ക് എവിടെ ചെന്നാൽ തിരിച്ചു വരില്ല എന്ന് പറയുന്നിടത്തേക്കാണ് ഭഗവാൻ ഈ ആത്മീയ ലോകം എന്ന് പറയുന്നത് അല്ലെ. ആത്മീയ ലോകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരേണ്ടതില്ല. പക്ഷെ ഭഗവാൻ അവതരിച്ചത് കൊണ്ട് മാത്രം തന്നെ ഭൗതിക ലോകത്താണെങ്കിലും അത് ശരിക്കും എന്താണ്? ഭൗതികമായ സ്ഥലമല്ല എന്നാണ് പറയുന്നത്. മധുര അതുപോലെ വൃന്ദാവനമൊക്കെ ഭഗവാന്റെ ആത്മീയ ലോകത്തിന് താഴോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഭഗവാൻ. അപ്പോ അതുകൊണ്ട് മധുര അതിലും സ്പെഷ്യൽ ആയിട്ട് മാറുന്നു, ആത്മീയ ലോകത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നു. വൃന്ദാവനം ഭഗവാന്റെ ലീലാവിനോദങ്ങൾക്ക് പ്രസിദ്ധമായതുകൊണ്ട് മധുരയേക്കാൾ യോഗ്യത കൂടിയതാണ്. അപ്പൊ ഭഗവാന്റെ ബാലലീലകളൊക്കെ നടന്നിട്ടുള്ളത് വൃന്ദാവനത്തിലാണ്. അതുകൊണ്ട് വൃന്ദാവനം മധുരയേക്കാൾ മേന്മയേറിയതാണ് എന്ന് പറയുന്നു. വൃന്ദാവനത്തിനേക്കാൾ മികച്ചതാണ് ഗോവർദ്ധനം. കാരണം ഇന്ദ്രന്റെ കഠിന വർഷപാതകളിൽ നിന്ന് ഗോകുല നിവാസികളെയും സുഹൃത്തുക്കളായ ഗോപന്മാരെയും രക്ഷിക്കുന്നതിനായി കൃഷ്ണൻ പർവ്വതത്തെ ഒരു കുട പോലെ ഉപയോഗിച്ചു. അപ്പൊ ഭഗവാന്റെ ലീലകൾ ഒക്കെ നടന്നിട്ടുള്ളത് എവിടെയാണ്? ഗോവർദ്ധനത്തിലാണ്. അതുപോലെ ഗോവർദ്ധന ഉദാഹരണം ദേവേന്ദ്രന്റെ കഠിനമായിട്ടുള്ള വർഷപാതത്തിൽ നിന്ന് വൃന്ദാവനവാസികളെയൊക്കെ സംരക്ഷിക്കാൻ ഭഗവാൻ ഒരു കുട പോലെ ഗോവർദ്ധനം എടുത്തുയർത്തി. അതുകൊണ്ടും ഗോവർദ്ധനം ഏതിനേക്കാൾ മികച്ചതാവുന്നു? വൃന്ദാവനത്തെക്കാൾ മികച്ചതാവുന്നു. കൃഷ്ണൻ കാലിമേച്ച് നടന്നതും തന്റെ പ്രിയതമയായ രാധാറാണിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നതും അവിടെയാണ്. അപ്പോ ഭഗവാന്റെ രാധാറാണിയോടൊപ്പമുള്ള ലീലകൾ നടന്നിട്ടുള്ളതും വൃന്ദാവനത്തിലെ ഗോവർദ്ധനഗിരിയിലാണ്, ഗോവർദ്ധന പർവ്വതത്തിലാണ്. രാധാകുണ്ഡം മേൽപ്പറഞ്ഞ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. കൃഷ്ണന്റെ പ്രേമം കരകവിഞ്ഞൊഴുകിയത് അവിടെയാണ്. ഉത്തമ ഭക്തന്മാർ രാധാകുണ്ഡത്തിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ രാധാകുണ്ഡം ഭഗവാന്റെ കൃഷ്ണപ്രേമം അതാണ് കരകവിഞ്ഞൊഴുകുന്ന
വെള്ളമാണ് ഇത് രാധാകുണ്ഡത്തിലുള്ളത്. അപ്പൊ ആ ഒരു രാധാകുണ്ഡത്തിൽ താമസിക്കുവാൻ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരൊക്കെ ആഗ്രഹിക്കുന്നു. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ് രാധാറാണി അല്ലെ. ആ രാധാറാണിക്ക് പ്രിയപ്പെട്ട കുണ്ഡമാണ് രാധാകുണ്ഡം എന്ന് പറയുന്നത്. ആ രാധാകുണ്ഡത്തിന് സേവനം നൽകാനായിട്ട് ഭക്തന്മാർ ആഗ്രഹിക്കുന്നു. ഇവിടെ രാധാകുണ്ഡത്തിന്റെ പിക്ചറാണ് കാണിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു വ്രജഭൂമി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് രാധാകുണ്ഡത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ ആദ്യം സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം അവിടെ ചെറിയ സരസ് കണ്ടുപിടിച്ചു. ശരിയായ രാധാകുണ്ഡത്തിന്റെ സ്ഥാനം ഇത് തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോ ചൈതന്യ മഹാപ്രഭു നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഭഗവാന്റെ ലീലകളൊക്കെ ഇവിടെ ആടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിനുശേഷം അവിടെയൊക്കെ കാട് പിടിച്ച് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആരും മനസ്സിലാക്കാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുൻപാണ് അവതരിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്നതിന് ശേഷം നമ്മുടെ ഷഡ് ഗോസ്വാമിമാരെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ഭട്ട, രഘുനാഥ ദാസ ഗോസ്വാമി, പിന്നെ ആരാണ് ഒരാളും കൂടെ, രഘുനാഥ ദാസ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി അല്ലെ. അപ്പൊ ഇത്രയും പേര്, ഈ 6 ഗോസ്വാമിമാരാണ് ഇന്നത്തെ രീതിയിലുള്ള വൃന്ദാവനം ആക്കി മാറ്റിയത്. ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം? ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഈ വ്രജഭൂമി സന്ദർശിച്ച സമയത്ത് അവിടെ രാധാകുണ്ഡത്തിന്റെ സ്ഥാനം ഒന്നും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോ അവിടെ കണ്ട ഒരു സരസില് ചൈതന്യ മഹാപ്രഭു കുളിച്ചു. അവിടെ കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭഗവാന് മനസ്സിലായത് ഇത് തന്നെയാണ് രാധാകുണ്ഡം എന്ന്. അപ്പോ അങ്ങനെയാണ് ആ രാധാകുണ്ഡത്തിന്റെ സ്ഥാനം ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കിയത്. അതിനുശേഷം ഇതൊക്കെ ഉദ്ധരിച്ചത്, ഇതൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഷഡ് ഗോസ്വാമിമാരാണ്. അനന്തരം ആ ഗോസ്വാമിമാരുടെ നേതൃത്വത്തിൽ അദ്ദേഹം രാധാകുണ്ഡം പുനരുദ്ധരിച്ചു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തിയുത സേവനത്തിൽ താല്പര്യമില്ലാത്തവർക്ക് രാധാകുണ്ഡത്തിന്റെ ആത്മീയ പ്രാമുഖ്യവും ദിവ്യമായ സ്വഭാവവും അറിയാൻ കഴിയില്ല. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തിയുത സേവനത്തിൽ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ രാധാകുണ്ഡത്തിന്റെ മഹത്വം, അതിന്റെ ദിവ്യമായ സ്വഭാവം ഒക്കെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. ഹരേ കൃഷ്ണ. ഇത് ചെറിയൊരു ശ്ലോകമാണ്, അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ഇല്ല. 9ാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? 9ാം ശ്ലോകത്തിൽ ഒരു ട്രീ ആയിട്ടാണ് പറയുന്നത്. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യട്ടെ. ആരും മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. ഹരേ കൃഷ്ണ. അപ്പൊ 9ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? രാധാകുണ്ഡത്തെ കുറിച്ചല്ലേ പറയുന്നത്? രാധാകുണ്ഡത്തിന്റെ പ്രത്യേകത കൃഷ്ണന്റെ കുറിച്ചല്ല മാതച്ചി പറയുന്നത്. നമ്മൾ ആ ഒരു ഏതാണ് ഓരോ എന്താ പറയാ ഹൈറാർക്കി ആയിട്ട്, അതായത് ഫസ്റ്റ് വൈകുണ്ഠത്തെ പറയുന്നു. വൈകുണ്ഠത്തെക്കാൾ മികച്ചതാണ് മധുര, ഭഗവാന്റെ ജനനം ഹേതുവായിട്ട്. പിന്നെ മധുരയേക്കാൾ മികച്ചതാണ് വൃന്ദാവനം, ഭഗവാന്റെ ലീലകൾ നടന്നത്. വൃന്ദാവനം, ഗോവർദ്ധനം, രാധാകുണ്ഡം. വൈകുണ്ഠം, മധുര, വൈകുണ്ഠം, മധുര, വൃന്ദാവനം, ഗോവർദ്ധനം, രാധാകുണ്ഡത്തിൽ സ്നാനം. മാതാജി നാളെ ഇത് സ്നാനം. 9ലുള്ള ഗോവർദ്ധന പർവ്വതം കാരണം എന്താണ്? ഇന്ദ്രൻ ഭഗവാൻ ഒരു രാധാറാണിയുടെ ഒപ്പമുള്ള ലീലകൾ നടത്തിയിട്ടുണ്ട്. രാധാറാണിയെ ഒപ്പമുള്ള ലീലകൾ നടത്തും. എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായത്? അത് രാധാറാണിയുടെ കുണ്ഠമാണ്. അവിടെ കൃഷ്ണപ്രേമം അല്ലേ നിറഞ്ഞൊഴുകാണ്. ഭഗവാനും രാധാറാണിയുടെ ലീലകൾ നടന്നത് ഗോവർദ്ധനത്തിൽ. ഭഗവാനും രാധാറാണിയുമായുള്ള ലീലകൾ ഗോവർദ്ധനത്തിലാണ്. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഞാൻ പറയുമ്പോ? നമ്മള് മാതാജി മ്യൂട്ടില്ല. മാതാജി നാളെ എന്താ മാതാജി? ഞാൻ കേട്ടില്ല. മാതാജി മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയൂ.
കേൾക്കാൻ പറ്റുന്നില്ല. നാളെ 9ന്റെ ശ്ലോകവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഇട്ട് തരണേന്ന്. ക്വസ്റ്റ്യന് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് 8-ലുള്ളതേ ഇട്ടിട്ടുണ്ടായിരുന്നു. നാളെ ഞാൻ മാതാജിയോട് പറയാം. ഇട്ടിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. അഞ്ജന മാതാജി, നാളെ ഇവർക്ക് 9, നാളെ ഞാൻ 10ഉം 11ഉം കൂടെ എടുക്കും. അപ്പൊ അതിന്റെയും കൂടെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ചെറിയതാണ്, 10ഉം 11ഉം ചെറിയതാണ്. അപ്പൊ 9ാമത്തത് കൂടി ഇന്നിട്ട് കൊടുക്കണം മാതാജി. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാ വെച്ചാല് എനിക്ക് ഇപ്പൊ നെറ്റ് ഇല്ലാത്തത് കൊണ്ട്, ഞാൻ ഡാറ്റയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്, കട്ടായി പോണത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ നാളെ ഡിസ്കസ് ചെയ്യാം. ശരി മാതാജി. എന്താ മാതാജി? 9ന്റെ ശ്ലോകവും ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട് മാതാജി ഗ്രൂപ്പില്. ഇട്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ ഇട്ടത്, എല്ലാവർക്കും കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല മാതാജി, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ആ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. നിർത്താം മാതാജി, ഒന്നും കേൾക്കത്തില്ല. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। गौर प्रेमानंदे। हरि हरि बोल। हरे कृष्णा। सर्व